ഏത് കാര്യത്തിനും ഫാത്തിഹ മതി. ഫാത്തിഹ ഏത് കാര്യത്തിനും മുഖദ്ദമ. പിന്നെ ഇക്സാർ ചെയ്തപ്പോൾ കിടന്നപ്പോൾ പിന്നെയും ഫാത്തിഹ ഓതാൻ തോന്നി, ഓടിക്കോ. ഫാത്തിഹ ഒന്നിലും. ഉദാഹരണം പറയാം. അപ്പോൾ ഒരാൾ എന്നോട് പറയാണ്, ഈ ബദരീങ്ങൾക്കൊരു 111 ഫാത്തിഹ ഒരു എന്ന് പറഞ്ഞൊന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ സിദ്ദീഖുൽ അക്ബറിന് റളിയല്ലാഹുവിന്, അല്ലെങ്കിൽ അലി റളിയല്ലാഹുവിന്, അല്ലെങ്കിൽ ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഫാത്തിമ, ആയിഷ ബീവി, ഇവർക്ക് 100 ഫാത്തിഹ ഒതുക്കളാന്ന് ഒരാൾ എന്നോട് പറഞ്ഞൊന്ന് സങ്കല്പിക്കുക. നബിക്കോന്ന് ചോദിക്കണരുത്. എന്തുകൊണ്ട്? നബിക്കോതാത്ത ഒന്നും ഒരാൾക്ക് ഓടില്ല. നമ്മളെ ഉത്തരവാദിത്വം നബിയോടാണ്. നമ്മളിവിടെ മഹാശായിഖമാർക്കൊക്കെ ഫാത്തിഹ അപ്പോഴൊക്കെ ആരാവർത്തിക്കും? ഇവരൊക്കെ നമുക്ക് പിന്നെ വന്നവരാണ്. ഇവരോടൊന്നും നമുക്ക് ഉത്തരവാദിത്തമല്ല. നമുക്ക് ഉത്തരവാദിത്വം നമ്മുടെ നബിയോട്. നബി ഇല്ലാത്ത മമ്പർത്തങ്ങൾക്ക് ഫാത്തിഹയാണ്. റസൂലൊക്കെ ഊതിയിട്ട് ഓതിയാൽ മതി. ഇല്ലെങ്കിൽ അതിൽ മമ്പർത്തങ്ങളില്ല. മൊയ്തീൻ ഫാത്തിഹ നബിക്ക് ഓതിയിട്ട് ഓതിയാൽ മതി. അങ്ങനത്തെ ഒരു മൊയ്തീൻ നമുക്കില്ല. ആരില്ലാതെ, അള്ളാൻ്റെ ഹബീബില്ലാതെ ഒരാൾ നമുക്കില്ല.